السلام عليكم ورحمة الله تعالى وبركاته. عساكم طيبين. أظنكم متفهمين بالدروس الماضية. ഇന്നത്തെ നമ്മുടെ യൂണിറ്റ് അൽ അൻഹാർ ദ റിവേഴ്സ്, നദികളെക്കുറിച്ചുള്ളതാണ്. നദികളെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ എല്ലാ ഭാഗങ്ങളിലൂടെയും അതിൻ്റെ ചർച്ച നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. നദികളിലൂടെ, പുഴകളിലൂടെ ഭൂമിക്ക് അതിൻ്റെ മണ്ണുകൾ വളരെ ഫെർട്ടൈൽ ആൻഡ് റിച്ച് ആക്കാൻ സാധിക്കും. അത് വളരെ ഫലഭൂയിഷ്ടമാക്കാൻ സാധിക്കും. ആ മണ്ണുകൾ മുഖേന നമുക്ക് നമ്മുടെ അഗ്രികൾച്ചറൽ മേഖല വളരെ വിപുലപ്പെടുത്താനും സാധിക്കും. അതിലുപരി നദികൾ മുഖേന നമ്മുടെ സംസ്കാരങ്ങൾ രൂപപ്പെടുന്നുണ്ട്. ഉദാഹരണത്തിന് മിസ്രിലുള്ള, ഈജിപ്തിലുള്ള നൈൽ നദി മുഖേനയാണ് അവിടെയുള്ള ഈജിപ്തിലെ സംസ്കാരങ്ങൾ ഉയർന്നു വന്നത്. ഫറോയിന, അതുപോലെ ട്രാൻസോക്സിയാന അഥവാ നമ്മുടെ പഴയ ഖുറാസാൻ എന്ന് പറയുന്ന മേഖലയിലുണ്ടായിരുന്ന റാഫിദീൻ എന്നിവരുടെ സംസ്കാരം, ഇതെല്ലാം രൂപം കൊള്ളുന്നത് നദികൾ മുഖേനയാണ്. നദികളിലൂടെ മനുഷ്യനുണ്ടായിട്ടുള്ള മറ്റൊരു ഉപകാരം കച്ചവട മാർഗങ്ങൾ എളുപ്പമുള്ളതാക്കി. ഉദാഹരണത്തിന് നൈൽ നദി പോലെ, യൂഫ്രട്ടീസ് നദി പോലെ പ്രാദേശികമായിട്ടും ദേശീയമായിട്ടുമുള്ള ചരക്കു കപ്പലുകൾ കൊണ്ടുവരുന്നതിനും അതിലുപരി സംസ്കാരം കൈമാറുന്നതിനും നദികൾ ഒരു നിമിത്തമായി എന്ന് തന്നെ നമുക്ക് പറയാം. കർഷകർ നദി മുഖേന, നദിയുടെ സഹായത്തോടെ അവരുടെ പാടങ്ങളും അവരുടെ കന്നുകാലികളെയും വെള്ളം കുടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പാടങ്ങളെ ഇറിഗേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കവിടെ മെച്ചപ്പെട്ട പ്രൊഡക്ട്സ് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. നമ്മളതുപോലെ കന്നുകാലികളെ വെള്ളം കുടിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണത്തിന് വേണ്ടിയിട്ടും നമുക്കത് ഉപകരിക്കും. വെള്ളം കൊണ്ടുള്ള മറ്റൊരു ഉപകാരം, അഥവാ നദികളിലൂടെ നമ്മൾ നമ്മുടെ ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതുപോലെ തെർമൽ പവറും അതിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. നദികളിലുള്ള മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൽ ഒരുപാട് നാച്ചുറലായിട്ടുള്ള റിച്ചായിട്ടുള്ള റിസോഴ്സുകളുണ്ടാകും. ഉദാഹരണത്തിന് ഫിഷ്, അതുപോലെ മറ്റു ബയോട്ടിക് പ്ലാന്റ്സ്, അതുപോലെ വ്യത്യസ്തമായിട്ടുള്ള ജന്തുജാലങ്ങൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കും. സോഷ്യലി നമ്മൾ നദിയുടെ പ്രത്യേകതകളെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ ഓരോ നാട്ടിലെയും അവരുടേതായിട്ടുള്ള സാമൂഹികമായ ആക്ടിവിറ്റീസ്, അതുപോലെ അവരുടെ ചര്യകൾ, അവരുടെ ആചാരങ്ങൾ, ഇതെല്ലാം കൊണ്ടാടുന്നതിലും രൂപപ്പെടുത്തുന്നതിലും നദികൾ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. നമ്മൾ ഇവരുടെ സാമൂഹികമായിട്ടുള്ള ചുറ്റുപാടുകൾ നോക്കുകയാണെങ്കിൽ, അതുപോലെ ഇവർ സമൂഹമായിട്ട് കൂട്ടുകൂടുകയാണെങ്കിൽ കപ്പൽ കയറും, അതുപോലെ ഫിഷ് പിടിക്കാൻ പോകും, അഥവാ മീൻവേട്ടക്ക് പോകും, നീന്താൻ പോകും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അവരുടെ ഒരു സോഷ്യലി ഉള്ള കസ്റ്റമിൻ്റെ ഭാഗമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ റിലീജിയൻ, പൊളിറ്റിക്സ്, അതുപോലെ സോഷ്യൽ, ഈ മൂന്ന് ഭാഗങ്ങളിലും നദി അതിൻ്റേതായിട്ടുള്ളൊരു സ്ഥാനം പിടിച്ചു നിർത്തുന്നുണ്ട്. അതിൽ മാത്രമല്ല ഒതുങ്ങി നിൽക്കുന്നത്. മ്യൂസിക്കുകളിലൂടെയുണ്ട്, കല, സാഹിത്യം എന്നിവയിലൂടെയും ട്രഡീഷണൽ ഡാൻസുകളിലൂടെയും നദിയുടെ കുറിച്ചുള്ള വിഭാഗങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അടുത്തതായി നമുക്ക് കുറച്ച് പ്രധാനപ്പെട്ട കവികളെയും നദിയെക്കുറിച്ച് ചെയ്തിട്ടുള്ള അവരുടെ കവിതകളെക്കുറിച്ചുമാണ് സംസാരിക്കാനുള്ളത്. ഒന്നാമത്തേത് അബ്ദുൽ ഹലീം ഹാഫിൾ. അദ്ദേഹത്തിൻ്റെ ചില കവിതകളാണ് യാ നെഹ്റുൽ ഹുബ്, വവനിയത്ത് നീല്. അത് അദ്ദേഹത്തിൻ്റെ കുറച്ച് ഗാനങ്ങളാണ്. അതിൽ അദ്ദേഹം പാടുന്നത് നദിയുടെ ഭംഗിയെക്കുറിച്ചും അതിൻ്റെ പ്രകൃതി സൗരഭ്യതയെക്കുറിച്ചാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അതുപോലെ നെഹ്റുൽ ഉമർ, ഇതിലൂടെ അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത് നമ്മുടെ ആയുസ് എന്ന് പറയുന്നത് നദിയെപ്പോലെ പെട്ടെന്ന് ഒഴുകി പോകുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കവിയാണ് നിസാർ ഖുബാനി. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കവിതകൾ നെഹ്റുൽ ഫുറാത്ത്, നെഹ്റുൽ ഹുബ്. ഇതിലൂടെ അദ്ദേഹം മനുഷ്യ സമൂഹത്തോട് വിളിച്ചോതുന്നത് ഓരോ ആഷ്കിങ്ങളുടെയും ഫീലിങ്സിനെയാണ്, ഇമോഷണൽസിനെയാണ്. അതുപോലെ തന്നെ അൽഫു ലൈലത്തിൻ വലൈല എന്ന ഒരു കവിത കൂടിയുണ്ട്. ഇതിലൂടെ അദ്ദേഹം ട്രഡീഷണലായിട്ടുള്ള ഒരുപാട് കഥകളെക്കുറിച്ചും അതുപോലെ ഉദ്ധരണികളെക്കുറിച്ചൊക്കെ അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. മഹ്മൂദ് ദർവീഷ് മറ്റൊരു പ്രധാനപ്പെട്ട കവിയാണ്, ഒരു കാത്തിബാണ്.
അദ്ദേഹം നെഹ്റു ലവാനി എന്ന ഒരു കവിത രചിച്ചിട്ടുണ്ട്. അതിൽ വ്യത്യസ്തമായ ആളുകളുടെ സംസ്കാരങ്ങളെക്കുറിച്ചും സമൂഹങ്ങളും സംസ്കാരങ്ങളും തമ്മിലുള്ള സങ്കലനത്തെക്കുറിച്ചൊക്കെ അദ്ദേഹം പ്രതിപാദിക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കവിയാണ് അഹമ്മദ് ഷൗക്കി. അദ്ദേഹത്തിൻ്റെ കവിതയാണ് അന അബു നീൽ. അദ്ദേഹം അതിൽ നൈൽ നദിയുടെ ഉന്നതിയെക്കുറിച്ചും അതിനെക്കൊണ്ട് അഭിമാനം കൊള്ളുന്നതും നൈൽ നദി ഈജിപ്തിൻ്റെ ആത്മീയ പവറാണ്, അതുപോലെ മിസ്ർ എന്ന ഒരു സംസ്കാരം രൂപപ്പെടുത്തുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചതും നെയിലാണ് എന്ന് അദ്ദേഹം സമർത്ഥിക്കുന്നുണ്ട്. ഇനി നമ്മുടെ ഇന്ത്യ എന്ന മഹാരാജ്യത്തിൻ്റെ കാര്യമെടുക്കുകയാണെങ്കിൽ അവിടെ പ്രധാനമായിട്ടും രവീന്ദ്രനാഥ് ടാഗോറിനെ നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ കവിതകൾ ഗംഗാ ഗീത, നെഹ്റൈനി, നെഹ്ർ എന്നീ കവിതകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. മറ്റൊരു കവിയാണ് സരോജിനി രായിൻ, മേന ട്രവാദി എന്ന് പറയുന്നൊരു കവിത, അതുപോലെ മഹാദേവി ഷിൻഡ. ഇവരെല്ലാം തങ്ങളുടെ കവിതകളിലൂടെ ഉദ്ദേശിക്കുന്നത് നദി മുഖേന മനുഷ്യനുണ്ടാകുന്ന ഒരു സ്പിരിച്വൽ ഫീലിങ്ങുകൾ അല്ലെങ്കിൽ ഒരു ഇമോഷൻസ്, ഇതാണ് അവർ പ്രധാനമായിട്ടും എടുത്തു കാട്ടുന്നത്. റിലീജിയൻ ആസ്പെക്റ്റിലൂടെ നമ്മളിതിനെ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും നദി എന്ന് പറയുന്നത് അവരുടെ മതപരമായിട്ടുള്ള ആചാരങ്ങൾക്ക് അതുപോലെ മറ്റു തീർത്ഥാടനങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്ന ഒരു കാര്യം കൂടെയാണ്. ഹിന്ദു മതത്തിൽ ഗംഗ എന്ന നദി അവരുടെ ഒരു പവിത്രമായ നദിയാണ്. അതിലവർ വന്നിട്ട് സ്നാനമെടുക്കുകയും അവരുടെ പാപങ്ങൾ അതിലൂടെ കഴുകിക്കളയുകയുമാണ് ചെയ്യുന്നത്. അങ്ങനൊരു വിശ്വാസമാണ് അവരുടേത്. ജൂത ക്രിസ്ത്യ മതത്തിലും ഇതുപോലെയുള്ളൊരു ആശയമുണ്ട്. ജോർദാൻ നദിയിലുള്ളത് അവിടെയാണ് യേശു ക്രിസ്തു തൻ്റെ കാൽപാദം മുറച്ച് നദിയിലൂടെ നടന്നു നീങ്ങിയത് എന്ന് അവർ വിശ്വസിക്കുന്നു. ഇത്തരത്തിൽ നദികളുമായി ബന്ധപ്പെട്ട് ഒരുപാട് കഥകളും സംഭവങ്ങളും മറ്റു പ്രതിഭാസങ്ങളും എല്ലാം നിലവിലുണ്ടായിരിക്കെ തന്നെ നദികളെക്കുറിച്ചുള്ള മനുഷ്യരുടെ ആശങ്ക വളരെ നീളെയുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതിന് കൃത്യമായി പരിപാലിക്കാനും അത് നമ്മുടെ എക്കണോമിക് ആൻഡ് ഡെവലപ്മെൻറ്റ്സിന് വേണ്ടിയിട്ടും നമ്മുടെ നദികളെ നമ്മൾ കൃത്യമായി ഉപയോഗപ്പെടുത്തണമെന്ന് ഇതിൻ്റെ അവസാനത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു. ഓക്കെ, അടുത്തത് രണ്ട് സുഹൃത്തുക്കൾ തമ്മിലുള്ള ഒരു കോൺവെർസേഷനാണ്. ഹൈസം സൊഫാൻ എന്ന് പറയും. സബാഹൽ ഖൈർ യാഹി, ഹൈസം തുടങ്ങും. സബാഹൽ നൂർ വസുറൂർ യാഹി. ഹൈസം, ഈ അവധി ദിവസത്തിൽ ഇപ്പോൾ എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ഹൈസം ചോദിക്കും. ഞാൻ ചൈനയും ഇന്ത്യയും ഒരു നദിയുടെ തർക്കത്തിൽ ഉള്ളൊരു ന്യൂസ് വായിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് സൊഫാൻ പറയും. ഞാനും ഇന്ത്യൻ ജേണലുകളിൽ ഇതുപോലത്തെ വാർത്തകളും ക്രൈസിസും വായിച്ചിട്ടുണ്ട് എന്ന് ഹൈസം പറയും. സൊഫാൻ വീണ്ടും സൊഫാൻ പറയാണ്, നമ്മുടെ ചൈന ഇന്ത്യയിലുള്ള നദികളെ ആധിപത്യം ചെലുത്തി പിടിച്ചെടുക്കുകയാണ്. അപ്പോൾ അത് നമ്മുടെ ഇന്ത്യയുടെ ഇറിഗേഷനെ വളരെ രീതിയിൽ ബാധിക്കുന്നുണ്ടെന്ന് സൊഫാൻ പറയും. അപ്പോൾ ഹൈസം ചോദിക്കാൻ തുടങ്ങുകയാണ്, എനിക്ക് ഈ വിഷയത്തിൽ നിന്നോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്, നീ റെഡിയാണോ എന്ന് ചോദിക്കും. അപ്പോൾ സൊഫാൻ പറയും, നിനക്ക് എന്താണ് അറിയേണ്ടത് ചോദിച്ചാലും. നമ്മുടെ ഈ നദികൾ എങ്ങനെയാണ് സംസ്കാരം രൂപപ്പെടുത്തുന്നതിൽ, മനുഷ്യൻ്റെ കൾച്ചർ ഡെവലപ്പ് ചെയ്യുന്നതിൽ ഒക്കെ ഭാഗമാകുന്നത്. സൊഫാൻ പറയും, നദികൾ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുന്നതിൽ വളരെ വലിയൊരു റോൾ വഹിക്കുന്നുണ്ട്. അത് നമ്മുടെ വെള്ളം കുടിക്കാൻ മാത്രം അഥവാ ഇറിഗേഷന് മാത്രമല്ല നമ്മളിതിനെ കാണേണ്ടത്, ഇത് നമ്മുടെ സംസ്കാരത്തിൻ്റെ കൂടെ ഭാഗമാണ്. അഗ്രികൾച്ചർ സെക്ടറിൽ നദിയുടെ പ്രാധാന്യം എന്ത് അങ്ങനെ ഹൈസം ചോദിക്കുമ്പോൾ സൊഫാൻ പറയും, നമ്മുടെ ഭൂമിക്ക് ഫെർട്ടൈലായിട്ടുള്ള നല്ല മണ്ണ് പ്രദാനം ചെയ്യാൻ നദികൾക്ക് സാധിക്കുന്നുണ്ട്. അത് കാരണത്താൽ നമ്മുടെ പ്രൊഡക്ടിവിറ്റി റേറ്റ് നമുക്ക് നല്ല രീതിയിൽ ഉൽപ്പാദനം നടത്താൻ സാധിക്കും. ഹൈസം ചോദ്യം, കൈഫ് തുവസ്സറുൽ അൻഹാർ അൽ ഹയാത്തി റൈഫിയ, ഈ നാട്ടുഗ്രാമങ്ങളിൽ പുറംനാടുകളിലൊക്കെ എങ്ങനെയാണ് നദികൾ പ്രതിഫലിക്കുന്നത്? അപ്പോൾ അഗ്രികൾച്ചറൽ സെക്ടറിൽ കൃത്യമായിട്ടുള്ള ഒരു ജോലി സാധ്യത അവർക്കുണ്ട്. അതുപോലെ കന്നുകാലികളെ മേക്കാനും അവരെ പരിപാലിക്കാനൊക്കെ ഈ നദികളിലൂടെ അവർക്ക് സാധ്യമാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ അവരുടെ പാടങ്ങളിൽ നെല്ലുകളുണ്ടാവും. അതുപോലെ അവർക്ക് ആവശ്യമായ മീറ്റ്, ഇറച്ചികളും ഭക്ഷണങ്ങളും അവർക്കതിലൂടെ ലഭിക്കുന്നുണ്ട്. പഴയ കാലത്ത് എങ്ങനെയാണ് സംസ്കാരങ്ങളൊക്കെ നീ കാണുന്നത് ചോദിക്കും. അപ്പോൾ പറയും,
പണ്ട് കാലത്ത് പ്രധാനപ്പെട്ട സംസ്കാരങ്ങളൊക്കെ ഉയർന്നു വന്നിട്ടുള്ളത് നദീതീരങ്ങളിൽ തന്നെയാണ്. ഇതിപ്പോൾ നൈൽ നദി മിസ്രിൻ്റെ സംസ്കാരം രൂപപ്പെടുത്തുന്നതിൽ പ്രധാനപ്പെട്ടൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. അതുപോലെ ട്രാൻസോക്സിയാന, 2 നദികൾക്കിടയിലുള്ളൊരു സ്ഥലമാണ് റാഫിദീൻ. അവരുടെ സംസ്കാരം രൂപപ്പെടുത്തുന്നതിൽ നമ്മുടെ ട്രാൻസോക്സിയാന എന്ന് പറയുന്ന നെഹ്റുൽ ഫുറാത്തും ദിജിലയും ഇത് രണ്ടും സംഭാവന അർപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ മറ്റു പ്രധാനപ്പെട്ട നഗരങ്ങളും ഇത് മുതലുണ്ടായിട്ടുണ്ട്. അങ്ങനെ ഹൈസമ് പറയാണ്, എൻ്റെ കാഴ്ചപ്പാടിൽ പണ്ട് കാലങ്ങളിൽ നമ്മുടെ കച്ചവടത്തിനും ചരക്കു കപ്പലുകളൊക്കെ വഹിക്കാനൊക്കെ ഈ നദി ഒരു കാരണമായിട്ടുണ്ട്. ഇപ്പോൾ സുഫാൻ പറയും, ആക്ച്വലി അങ്ങനെ തന്നെയാണ്. നമ്മുടെ ഈ കപ്പലുകളും ചെറു ബോട്ടുകളൊക്കെ അന്ന് കാലത്തുണ്ടായിരുന്നു. അപ്പോൾ ഇത് മുഖേന നമ്മുടെ അന്താരാഷ്ട്രപരമായിട്ടുള്ളതും അതുപോലെ പ്രാദേശികമായിട്ടുള്ള കച്ചവട വ്യാപാരങ്ങൾ പ്രൊമോട്ട് ചെയ്യാൻ ഇതിലൂടെ സാധിച്ചിട്ടുണ്ട്. ഹൈസം വീണ്ടും ചോദിക്കും, ഈ പ്രാദേശിക ആളുകളുടെ ജീവിതത്തിൽ എങ്ങനെയാണ് നദി സ്വാധീനം ചെലുത്തുന്നുണ്ടാവുക? സുഫാൻ പറയും, അത് അവിടെയുള്ള കർഷകർ, പെസൻസ് ഇവരെല്ലാവരും തങ്ങളുടെ വയലുകൾ എന്ത് ചെയ്യും? ഇറിഗേറ്റ് ചെയ്യും. കന്നുകാലികളെ വെള്ളം കുടിപ്പിക്കും. അപ്പോൾ ഇത് കാരണത്താൽ അവർക്ക് 2 ഫായ്ദകളാണുള്ളത്. ഒന്ന്, അവരുടെ അഗ്രികൾച്ചറൽ ഫീൽഡ് ഉഷാറാവുകയും അത് മുഖേന അവർക്ക് നെൽപ്പാടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം. മറ്റൊരു ഉപകാരം പറഞ്ഞാൽ കന്നുകാലികളെ കൊണ്ട് അവർക്ക് അവരുടേതായിട്ടുള്ള ഫുഡ് ശേഖരിക്കാൻ പറ്റും. ഹൈസം ചോദിക്കുകയാണ്, ഈ നദികൾ നാച്ചുറൽ റിസോഴ്സിൽ റിച്ചാണ് എന്ന അഭിപ്രായത്തെ എങ്ങനെയാണ് നീ കാണുന്നത്? സുഫാൻ പറയും, അതെ ശരിയാണ്. നദികൾ എന്ന് പറയുന്നത് വളരെ റിച്ച് നാച്ചുറൽ റിസോഴ്സ് കണ്ടൻ്റ് ഉള്ളതാണ്. അതിലൊരുപാട് ഫിഷുകളും മറ്റു ബയോട്ടിക് പ്ലാന്റ്സും വ്യത്യസ്ത ഇനം ജന്തുജാലങ്ങളെയും നമുക്ക് കാണാൻ സാധിക്കും. മനുഷ്യനെങ്ങനെയാണ് ഈ ഒരു റിസോഴ്സിൽ നിന്ന് ഉപകാരമെടുക്കുന്നത്? അപ്പോൾ സുഫാൻ പറയും, ഇത്തരം റിസോഴ്സുകൾ ഉപയോഗിച്ച് മനുഷ്യൻ അഗ്രികൾച്ചറൽ സെക്ടർ, അതുപോലെ തൻ്റെ ദൈനംദിന ജീവിതത്തിലുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ഉദാഹരണത്തിന് മരം വെട്ടുകാരന് വളരെ ഉപകാരങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ടെന്ന് പറയും. ഹൈസം പറയും, നമ്മുടെ സാമൂഹികമായിട്ട് അത് എങ്ങനെയൊക്കെ പ്രതിഫലിക്കുന്നുണ്ട്? അപ്പോൾ സുഫാൻ പറയും, അത് നമ്മുടെ ലോക്കലി ആയിട്ടുള്ള മീറ്റിങ്ങുകളിൽ, മറ്റ് സാമൂഹിക ആചാരങ്ങളിൽ, ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമ്മുടെ നദീതീരങ്ങളിലൊക്കെ നമുക്കിത് കാണാൻ സാധിക്കും. അതുപോലെ ഇത് നമുക്കിടയിലുള്ള ഒരു കോപ്പറേഷൻ, ഒരു സഹകരണ മനോഭാവത്തെ സൃഷ്ടിക്കുന്നുണ്ടെന്ന് സുഫാൻ പറയും. ഹൈസം വീണ്ടും ചോദിക്കുകയാണ്, എങ്ങനെയാണ് നദികൾ ഒരു നാടിൻ്റെ ഐഡൻറ്റിറ്റിയായി മാറുന്നത്? അപ്പോൾ ഒരു നാടിൻ്റെ ഐഡൻറ്റിറ്റിയായി മാറുന്നത് അവിടെയുള്ള സംസ്കാരങ്ങൾ ഉദിച്ചു കൊള്ളുമ്പോൾ അവിടെയുള്ള ആളുകൾ അവരുടേതായിട്ടുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളും തുടങ്ങും. അതുപോലെ വ്യത്യസ്തമായിട്ടുള്ള പ്രൊജക്റ്റുകളും പരിപാടികളും തുടങ്ങും. ഇതൊക്കെയാണ് ആ ഒരു നാടിൻ്റെ ഐഡൻറ്റിറ്റി ആയിക്കാണ്ട് നദികളെ കുറിച്ച് പറയാനുള്ളത്. നദികൾക്ക് കലാസാഹിത്യമായിട്ട് വല്ല ബന്ധമുണ്ടോ? അപ്പോൾ സുഫാൻ പറയും, അതെ, നമ്മുടെ സാഹിത്യം, കല, മ്യൂസിക്, ട്രഡീഷണൽ ആയിട്ടുള്ള നാടകങ്ങൾ, നൃത്തങ്ങൾ, ഇതിലെല്ലാം നദിയുടെ ഒരു സ്വാധീനം നമുക്ക് കാണാൻ സാധിക്കും. ഹൈസം ചോദിക്കുകയാണ്, ഈ നദികളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന കുറച്ച് കവിതകളൊന്ന് പറഞ്ഞുതരാൻ പറ്റും? അപ്പോൾ അദ്ദേഹം കുറച്ച് എണ്ണി പറഞ്ഞു കൊടുക്കുകയാണ്. യാ നെഹ്റുൽ ഹുബ്, അതേപോലെ നീല്, നെഹ്റുൽ ഉമർ തുടങ്ങിയിട്ടുള്ള കുറച്ച് ഗാനങ്ങളുണ്ട് അബ്ദുൽ ഹലീം ഹാഫിളിനുള്ള. അതിലൊക്കെ അദ്ദേഹം നദിയുടെ സൗരഭ്യതയും അതിൻ്റെ ഭംഗിയെയും കുറിച്ച് അദ്ദേഹം വിശേഷിക്കുന്നുണ്ട്. അതുപോലെ നെഹ്റുൽ ഹുബ്, നെഹ്റുൽ ഫുറാത്ത് എന്നീ കവിതകൾ നിസാർ ഖുബാനിയുടെ. മറ്റു പ്രമുഖ വ്യക്തികൾ, ഇപ്പോൾ ഉദാഹരണത്തിന് അഹമ്മദ് ഷൗക്കി, അദ്ദേഹത്തിൻ്റെ ഒരു കവിതയാണ് അന അബുന്നീൽ. ആ കവിതയിലൂടെ അദ്ദേഹം മിസ്രി കൾച്ചറിനെ കുറിച്ച് അദ്ദേഹം നല്ല രീതിയിൽ പുകഴ്ത്തി പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹൈസം വീണ്ടും ചോദിക്കുകയാണ്, നമ്മുടെ ഇന്ത്യൻ കവിതകളിൽ അല്ലെങ്കിൽ ഇന്ത്യൻ കവികൾ ആരെങ്കിലും ഇങ്ങനെ നദികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കവിതകൾ രചിച്ചിട്ടുണ്ടോ? സുഫാൻ പറയും, അതെ, പ്രമുഖനായിട്ടുള്ള രവീന്ദ്രനാഥ് ടാഗോർ ഉണ്ട്. അദ്ദേഹം ഗംഗാഗീത, നെഹ്റൈനി, നെഹ്റു എന്നീ കവിതകളൊക്കെ രചിച്ചിട്ടുണ്ട്. അതുപോലെ സരോജിനി രായൻ, അതുപോലെ മഹാദേവി ഷിൻഡ, ഇവരൊക്കെ നദികളെക്കുറിച്ച്, അതിൻ്റെ സൗരഭ്യതയെക്കുറിച്ചും ഭംഗിയെക്കുറിച്ചും പ്രകൃതിപരമായിട്ടുള്ള വർണ്ണബതയെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. ഹൈസമ വീണ്ടും പറയുകയാണ്, മാഹിയ അഹ്മിയത്തുൽ അൻഹാർ ഫിൽ അദിയാൻ അൽ മുത്തനവ്വിയ. ഓരോ മതങ്ങളിലും അതല്ലെങ്കിൽ വ്യത്യസ്തമായ മതങ്ങളിൽ നദിക്കുള്ള പ്രാധാന്യത്തെക്കുറിച്ച് പറയാൻ പറ്റുമോ? സുഫാൻ പറയും, ചില മതങ്ങളിൽ അവരുടെ അവരുടെ മതപരമായിട്ടുള്ള ആചാരങ്ങളിൽ പെട്ടതാണ് നദിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കർമ്മങ്ങൾ. ഇപ്പോൾ ഉദാഹരണത്തിന് ഹിന്ദു കമ്മ്യൂണിറ്റിയിൽ അവർ
അവിടേക്ക് വരികയും അവർ സ്നാനമെടുക്കാറുണ്ട്. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ അവരുടെ പാപങ്ങൾ കഴുകിക്കളയാനും അത് മുഖേന അവർക്ക് ആത്മീയ പര്യവേശം ലഭിക്കാനുമാണ്. ഹൈസമ വീണ്ടും ചോദിക്കും, ഇത് മറ്റു നാടുകളിൽ അല്ലെങ്കിൽ മറ്റു സമൂഹങ്ങളിൽ ഇങ്ങനെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും? സുഫൻ പറയും, അത് നമുക്ക് കാണാൻ സാധിക്കും. ഇതുപോലെ തന്നെ ജൂത ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലും ഇതുപോലത്തെ ഒരു സംഗതിയുണ്ട്. ജോർദാൻ നദി അഥവാ ജോർദാൻ നദിയിലാണ് യേശു ക്രിസ്തുവിൻ്റെ പാദങ്ങൾ പതിഞ്ഞത് എന്ന് അവർ പറയുകയും അതിൽ അവർ ആ നദിയെ അവർ അഭിമാനത്തോടു കൂടി കാണുകയും ചെയ്യുന്നു. അതിനെ പരിശുദ്ധിയോടെ വാഴ്ത്തുകയും ചെയ്യുന്നുണ്ട്. ഹൈസം വീണ്ടും ചോദിക്കും, അങ്ങനെ ഒരുപാട് നോവലുകളിലും മറ്റു റിലീജിയസ് ടെക്സ്റ്റുകളിലും നദിയെക്കുറിച്ച് ഒരുപാട് വായിച്ചിട്ടും കേട്ടിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നിൻ്റെ അഭിപ്രായം എന്താണ്? അപ്പോൾ സുഫാൻ പറയും, അതെ, നമ്മുടെ നദി എന്ന് പറയുന്നത് ഒരുപാട് കഥകളും ഒരുപാട് റിലീജിയസ് ടെക്സ്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഉദാഹരണത്തിന് മിസ്രിലെ നൈൽ നദി, അത് മിസ്രിലുള്ള പഴയകാല കൃതികളിലും മറ്റു മാനുസ്ക്രിപ്റ്റുകളിലും നമുക്ക് കാണാൻ കഴിയും. അതുപോലെ ഇന്ത്യയിലുള്ള ഗംഗ, അത് ഇന്ത്യയിലുള്ള ഹിന്ദു കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു നദിയാണ്. അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് സംഗതികൾ നദിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. ഹൈസം അവസാനമായി, ഇത്ര വളരെ നല്ല അറിവുകൾ എനിക്ക് പകർന്നു തന്നതിന് നന്ദി സൊഫാൻ. അഫൻ യാഖിൽ ഹുസ്നിസ്തിമായിക്കും ഇത്രയും അലിഖാത്തിക് മാളിൽ മഫാദ്. അങ്ങനെ ഹൈസമ് ലെറ്റ്സ് ഗോ എന്ന് പറഞ്ഞുകൊണ്ട് അവരിറങ്ങാണ്. സൊഫാൻ ഇലൽ ലിഖ. ഓക്കെ, മനസ്സിലായിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്തതായി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ഇതിലെ ചോദ്യോത്തരങ്ങളാണ്. ഒന്നാമത്തെ ചോദ്യം, അൽ അൻഹാർ ലഹാ ഖീമത്തുൻ കുബ്ര ഫിൽ ഹളാറത്തിൽ ഇൻസാനിയ കൈഫ തറ. മനുഷ്യൻ്റെ സംസ്കാരത്തിൽ നദികൾക്ക് വലിയ മൂല്യമുണ്ട്, അതിലെങ്ങനെയാണ് നീ നോക്കിക്കാണുന്നതെന്നാണ് ചോദ്യം. നമുക്ക് പറയാൻ പറ്റും, മനുഷ്യ സംസ്കാരം രൂപം കൊള്ളുന്നത് നദികളിലൂടെയാണ്. നമുക്കതിന് ഏറ്റവും ഉദാത്തമായിട്ടുള്ളൊരു ഉദാഹരണം എന്ന് പറയാവുന്നത് ഈജിപ്തിലുള്ള നൈൽ നദിയെക്കുറിച്ച് തന്നെ നമുക്ക് പറയാം. അതിലൂടെയാണ് മിസ്രിൻ്റെ അഥവാ ഈജിപ്തിൻ്റെ തന്നെ സംസ്കാരം ഉയരുകൊണ്ടിട്ടുള്ളത്. അതുപോലെ ഫറോനകളുടെ, റാഫിദീങ്ങളുടെ, മാവറ നഹറിലുള്ള അഥവാ ട്രാൻസോക്സിയാനയിലുള്ള ആ രണ്ട് നദികൾക്കിടയിലാണ് റാഫിദീങ്ങളുടെ സംസ്കാരമെല്ലാം ഉയർന്നു വന്നിട്ടുള്ളത്. അങ്ങനെ മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള സംസ്കാരങ്ങളെല്ലാം ഒരു നദി മുഖേനയാണ് ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളത്. രണ്ടാമത്തെ ചോദ്യം, കൈഫത്തു അസിറുൽ അൻഹാർ അല ഹയാത്തിൽ മുജ്തമഅത്ത് അൽ മഹല്ലിയ. ലോക്കലി ആയിട്ടുള്ള അഥവാ പ്രാദേശിക സമൂഹങ്ങൾക്കിടയിൽ അവരുടെ ജീവിതത്തിൽ എങ്ങനെയാണ് നദികൾ സ്വാധീനം ചെലുത്തിയിട്ടുള്ളത്? നമുക്ക് പറയാൻ കഴിയും, അവരുടെ സംസ്കാരങ്ങളിലുള്ള ഒരുപാട് ചര്യകൾ അല്ലെങ്കിൽ അവരുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് അടയാളങ്ങൾ ഇതിലൂടെയാണ് അവർക്ക് കൈവരിക്കാൻ സാധിച്ചിട്ടുള്ളത്. അതുപോലെ അവരുടെ വ്യത്യസ്തമായിട്ടുള്ള സമൂഹങ്ങൾക്കിടയിൽ ഒരു കോപ്പറേഷൻ ഉണ്ടാക്കാനും അവർക്കിടയിൽ തന്നെ ഒരു കണക്ഷൻ ഉണ്ടാക്കാനും ഇതിലൂടെ സാധ്യമായിട്ടുണ്ട്. മറ്റു നാച്ചുറൽ റിസോഴ്സസ്, അവർക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം, അതുപോലെ മറ്റു കന്നുകാലികൾക്കുള്ള തീറ്റ, ഇതെല്ലാം നദിക്കരയിൽ നിന്ന് അവർക്ക് എന്തായിട്ടുണ്ട്, ലഭ്യമായിട്ടുണ്ട്. മൂന്നാമത്തെ ചോദ്യം, ഹൽ തറൽ അൻഹാർ ആമിലൻ ഫഅാലൻ ലിത്തവാസുൽ ബൈന ശുഊബ്. പൊതുജനങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ സമൂഹങ്ങൾക്കിടയിൽ പരസ്പര കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് നദികൾ ഒരു കാരണമായിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അതെ, നമുക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കും. അഥവാ ഒരു നാട്ടിൽ നിന്നും മറ്റൊരു നാട്ടിലേക്ക് അന്ന് കാലത്ത് നദികൾ മുഖേനയാണ് അവർ സഞ്ചരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് കമ്മ്യൂണിക്കേഷനുള്ള ഒരു മാർഗം കൂടിയായിരുന്നു നദി എന്നുള്ളത്. നാലാമത്തെ ചോദ്യം, മാഹുവ തഅ്സീറുൽ അൻഹാർ അലൽ മുമാർസാത്തി ദീനിയ. റിലീജിയസ് കസ്റ്റംസ് അല്ലെങ്കിൽ റിലീജിയസ് പ്രാക്ടീസസ്, നമ്മുടെ മതകീയ ആചാരങ്ങൾ നടപ്പിലാക്കുന്നതിൽ നദികൾക്കുള്ള പ്രാധാന്യത്തെക്കുറിച്ച് അതല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് എന്താണ്? ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ പറയുകയാണെങ്കിൽ ഗംഗാ നദി, അതല്ലെങ്കിൽ ജോർദാനിലുള്ള നെഹ്റുൽ ഉർദുൻ, ഇവ രണ്ട് മതത്തിന് പ്രത്യേകമായിട്ടുള്ള നദികളാണ്. അപ്പോൾ ഗംഗാ നദിയിൽ ഹിന്ദു മതത്തെ മുറുകെ പിടിക്കുന്ന വ്യക്തികൾ അവരുടെ അംഗസ്നാനത്തിനും അതുപോലെ അത് മുഖേന അവർക്ക് എന്ത് ചെയ്യാൻ കഴിയും, അവരുടെ ആത്മശുദ്ധി കൈവരിക്കാൻ സാധിക്കും. അതുപോലെ നെഹ്റുൽ ഉർദുൻ, അത് ഈസവികളുടെ അഥവാ ക്രിസ്തീയ വിശ്വാസമുള്ളവരുടെ പുണ്യമായിട്ടുള്ള നദിയാണ്. അഞ്ചാമത്തെ ചോദ്യം, ഹല്ലഹ അലാഖത്തുൻ ബിൽ ഫുനൂൻ വൽ മൂസീഖി വൽ ആദാബ്. ആർട്സ്, അതുപോലെ മ്യൂസിക്, ലിറ്ററേച്ചർ, ഇത് മൂന്നുമായി നദികൾക്ക് വല്ല ബന്ധമുണ്ടോ? നമുക്ക് പറയാൻ കഴിയും, ഇന്ന് കാലത്ത് അതല്ലെങ്കിൽ പണ്ട് കാലം മുതൽ മ്യൂസിക്കുകളിൽ, അതുപോലെ ആർട്ടുകളിൽ, ലിറ്ററേച്ചറിൽ, ഇവയിലെല്ലാം നദിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്.
നമുക്ക് ഒരുപാട് കവിതകളും ഒരുപാട് പാട്ടുകളും അല്ലെങ്കിൽ ഒരുപാട് ലിറ്ററേച്ചർ ആർട്ടുകളും നമുക്ക് ഇതിലൂടെ എന്ത് ചെയ്യാൻ കഴിയും, പറയാൻ കഴിയും. അപ്പോൾ ഇതിലൂടെയൊക്കെ അവരുടേതായിട്ടുള്ള ആ നദികളിലൂടെ എങ്ങനെയാണ് അവരുടെ സംസ്കാരം രൂപപ്പെട്ടതെന്നാണ് അവരെന്തായിട്ടുണ്ടാവുക, പൊതുവെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടാവുക. 6ാമത്തെ ചോദ്യം, ഹൽ യുംകിൻ അൻ തദുല്ല ബഅദ അൽ അൻഹാർ അല്ലതി തുഅ്തബർ മുഖദ്ദസൻ ഫീമാ ബൈന ശുഅബ്. ജനങ്ങൾക്കിടയിൽ പവിത്രമാക്കപ്പെട്ട ഏതാനും ചില നദികളുടെ പേര് വ്യക്തമാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗംഗാ നദി, അതുപോലെ ജോർദാനിലുള്ള നെഹ്റുൽ ഉർദ്വൻ തുടങ്ങിയിട്ടുള്ള നമുക്ക് എഴുതാം. 7ാമത്തെ ചോദ്യം, മാഹിയ അഹമ്മിയത്തുൽ അൻഹാർ ഫി മുമാർസത്തിൽ അൻഷത്തുൽ തിജാരിയ വസിനാഅത്തിൽ അഅമാലിൽ ഇഖ്തിസാദിയ ഫിൽ മുജ്തമഅത്തിൽ വത്തനിയ. അഥവാ സമൂഹങ്ങൾക്കിടയിൽ നാഷണലി അവരുടെ എക്കണോമിക് മേഖലകളിൽ എങ്ങനെയാണ്, അല്ലെങ്കിൽ അവരുടെ ബിസിനസ് സെക്ടറുകളിൽ അതുപോലെ ട്രേഡിംഗ് സെക്ടറിൽ എങ്ങനെയാണ് നദികൾക്കുള്ള പ്രാധാന്യം. നമ്മൾക്ക് പറയാൻ കഴിയും, നദികളിലൂടെ ഒരുപാട് സാധനങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ട്രാൻസ്പോർട്ടിങ് നടത്താൻ കഴിയും. അപ്പോൾ ഒരു സിംപിളി ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷന് അതുപോലെ ട്രാൻസ്പോർട്ടിങ് മെത്തേഡ് നമുക്ക് ഇതിലൂടെ എന്ത് ചെയ്യാൻ കഴിയും, രൂപപ്പെടുത്താൻ കഴിയും. ഇപ്പോൾ യൂഫ്രട്ടീസ് നദി, അതുപോലെ നൈൽ നദി, ഇവയിലൂടെയൊക്കെ ഒരുപാട് കപ്പലുകൾ, ഇതിലിപ്പോൾ നമുക്കറിയാം വ്യത്യസ്തമായിട്ടുള്ള നദികളിലൂടെ എന്തുണ്ട്, ഒരുപാട് കമ്മ്യൂണിക്കേഷൻ നടത്തപ്പെടാറുണ്ട്. അതുപോലെ ഒരുപാട് തുറമുഖങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെ അവരുടെ ട്രേഡിംഗ് മേഖലയെ അതുമാത്രമല്ല അവരുടെ സമ്പദ് വ്യവസ്ഥയെ കൂടെ ശക്തിപ്പെടുത്തുന്ന ഒരു കാര്യം കൂടിയാണ്. 8ാമത്തെ ചോദ്യം, കൈഫ തസ്ഹുൽ അൻഹാർ ഫി തത്വീറിൽ മനാത്തിഖ് സിനാഇയ. അഥവാ ഇൻഡസ്ട്രിയൽ സെക്ടർ, അതിലേക്ക് എങ്ങനെയാണ് നദികൾ സംഭാവന ചെയ്യുന്നത്. നമുക്ക് പറയാൻ കഴിയും, ഒരുപാട് ഇൻഡസ്ട്രിയൽ സെക്ടർ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലത്തെ ഒരുപാട് ട്രേഡിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, നദികളുടെ സഹായം ആവശ്യമാണ്. അപ്പോൾ ഒരു ഭൂഖണ്ഡത്തിൽ നിന്ന് മറ്റൊരു ഭൂഖണ്ഡത്തിലേക്ക് നദികൾ മുഖേന നമുക്ക് ഒരുപാട് എന്ത് ചെയ്യാൻ കഴിയും, ട്രാൻസ്പോർട്ടിങ് എല്ലാം ചെയ്യാൻ കഴിയും. 9ാമത്തെ ചോദ്യം, ഹൽ തഅ്തഖിദു അന്നൽ അൻഹാർ യുംകിൻ ഇസ്തിഗ്ലാലഹ ലിത്തർഫീഹ് വതസ്ലിയ. എൻ്റർടൈൻമെൻറ്റ് ഇതിന് വേണ്ടിയിട്ടൊക്കെ നമുക്ക് നദികളെ ഉപയോഗിക്കാൻ കഴിയുമോ, ഇതിനെങ്ങനെയാണ് നോക്കി കാണുന്നത്. അത് നമുക്ക് പറയാൻ കഴിയും. നമ്മളിപ്പോൾ മലയാളികളാകുമ്പോൾ തന്നെ നമുക്കറിയാം, ആറാട്ടുപുഴ, അതുപോലെ ഇപ്പോൾ നമ്മൾ ആലപ്പുഴയിലൊക്കെ ഒരുപാട് നദികളുണ്ട്. അവിടെയൊക്കെ എന്ത് ചെയ്യും, വെള്ളം കളികൾ അതുപോലെ മറ്റു കാര്യങ്ങളൊക്കെ നടത്തപ്പെടാറുണ്ടല്ലോ. അപ്പോൾ എൻ്റർടൈൻമെൻറ്റ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഇതിനെ ഉപയോഗിക്കാൻ കഴിയും. 10ാമത്തെ ചോദ്യം, മാഹിയ തഹദ്ദിയാത്ത് അല്ലത്തി തുവാജിഹുൽ അൻഹാർ ഫി അസ്റിൽ മുആസിർ. നമ്മുടെ ഈ ആധുനിക കാലഘട്ടത്തിൽ നദികൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് എഴുതാൻ പറ്റും. വളരെ സിമ്പിളായിട്ട് എഴുതാൻ പറ്റും. നദികൾ നമ്മുടെ മനുഷ്യൻ്റെ ഭാരമായിട്ടുള്ള പൊല്യൂഷൻ, എല്ലാവിധ പൊല്യൂഷനും നദികളിലേക്കാണ് നമ്മൾ ഉൾക്കൊള്ളുന്നത്. ഇപ്പോൾ എയർ പൊല്യൂഷൻ ആണെങ്കിലും അത് മഴ അതിലുള്ള ആസിഡ് ഉൾക്കൊള്ളിച്ചുകൊണ്ട് നദികളിലേക്ക് വഹിപ്പിക്കുന്നു. അതുപോലെ നമ്മൾ ഭൗമതലത്തിലുള്ള വേസ്റ്റുകൾ നദികളിലേക്ക് ഒഴുക്കിവിടുന്നു. ഇൻഡസ്ട്രിയിലുള്ളത്, ഫാക്ടറികൾ, ഇവയെല്ലാം അവരുടെ വേസ്റ്റുകൾ പുറമെ തള്ളിക്കളയുന്നത് നദികളിലേക്കാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വേസ്റ്റ് തള്ളുക, അതുപോലെ പൊള്യൂട്ടാക്കുക, ഇതൊക്കെ നമുക്ക് എന്താണ്, നദികൾ നേരിടുന്ന പ്രശ്നങ്ങളായിട്ട് നമുക്ക് കണക്ക് കൂട്ടാൻ സാധിക്കും. ഓക്കെ, ഇലൽ ലിഖാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.